മരിക്കാനെങ്കിലും അനുവദിക്കണം. അത്രയ്ക്ക് പ്രശ്നങ്ങളാ എനിക്ക്. ഞാൻ ഇപ്പൊ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഓർത്താൽ എന്നേ മരിക്കേണ്ടതായിരുന്നു ഞാൻ. ജീവിതത്തിൽ തോൽവി സമ്മതിച്ച് മരിക്കാൻ എളുപ്പമോ ചന്ദ്ര? ഈ ലോകത്ത് തോൽക്കാതെ ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. മരണമാണ് എന്റെ ഉദ്ദേശമെന്ന് പ്രഭേച്ചി എങ്ങനെ അറിഞ്ഞു? എങ്ങനെ ഈ സമയത്ത് ഇവിടെ എത്തി? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് നീ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ സമയത്ത് നീ മരിച്ചാൽ നിന്റെ 5 മക്കളെയും നീ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ് ചന്ദ്ര. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ എന്റെ മക്കളുടെ നാവിൽ നിന്ന് വീഴുന്നത് കേട്ടാ പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നില്ല. അത് 10-30 കൊല്ലമായി നീ അവരെ വെറുത്തതിന് അവര് നിനക്ക് തന്ന ശിക്ഷയാ. കുറച്ചു കാലമെങ്കിലും മക്കളുടെ വെറുപ്പ് നീ അനുഭവിക്കണം ചന്ദ്ര. ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിലും നീ വെറുക്കപ്പെട്ടവനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. നീ ഒരിക്കലും നിന്റെ മക്കളെ ആപത്തിൽ വിട്ടുകൊടുത്ത് ജീവിതം അവസാനിപ്പിക്കരുത്. ഞാൻ അവരുടെ തകർച്ച നിസ്സഹായനായി എങ്ങനെ കണ്ടു നിൽക്കും പ്രവേശി? തൽക്കാലം അവരുടെ സ്നേഹം ആവശ്യപ്പെടാതെ അവരെ മറഞ്ഞു നിന്ന് സംരക്ഷിക്കണം. അതാണ് വേണ്ടത്. അതെങ്ങനെ സാധിക്കും? കണ്ണും കാതും തുറന്നുവെച്ച് അവരറിയാതെ അവരെ സംരക്ഷിക്കണം. എങ്ങനെ? സർവ്വസമയവും ജാഗ്രതയോടെ ഇരുന്നാ മാത്രം മതി. ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോയ നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ? ഇതൊക്കെ അറിയാൻ ഞാൻ ത്രികാലജ്ഞാനിയൊന്നുമല്ല. നിന്റെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് മാത്രം നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ആ ശ്രദ്ധ ഇനി അങ്ങോട്ട് നിന്റെ മക്കളുടെ കാര്യത്തിലും നീ കാണിക്കണം. പ്രത്യേകിച്ചും എന്റെ അനിയത്തി കലാവതിയുടെ കാര്യത്തിലും നിനക്കൊരു കണ്ണു വേണം. അവള് പഞ്ചരത്നത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അവളുടെ ചതിയിൽ നിന്നും നിന്റെ മക്കളെ സംരക്ഷിക്കാൻ ഇപ്പൊ നീയേ ഉള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.